എടാ നീ ആലോചിക്കണം, എന്റെ പെങ്ങളെ കല്യാണം ആ സമയത്ത് എന്റെ പെങ്ങളെ കല്യാണം നടക്കാം, കല്യാണത്തിന്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും നടക്കാം. ഞാൻ വീട്ടിന്റെ റൂമിൽ ഞാൻ പുറത്തിറങ്ങിയില്ല. കല്യാണത്തിന്റെ ആ ഒരൊറ്റ ദിവസമാണ് ഞാൻ പുറത്തിറങ്ങിയത്. കല്യാണത്തിന്റെ ഒരു ദിവസം, ആ ദിവസമാണെങ്കിൽ അത്രയും കുടുംബക്കാർ ആയിട്ട് ഫുള്ള് അത്രയും ഞാൻ ഇതായിപ്പോയി, തല വരുത്തു പോയി. അതിന്റെ പിറ്റേ ദിവസമാണ് ഞാൻ സൂയിസൈഡ് ചെയ്യാൻ നോക്കിയത്. അല്ല അല്ല അത് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞേ അത് ഞാൻ പറഞ്ഞ മുന്നിനെ അറിയില്ലേ? മുന്നൊരു ജപ്പാൻ കുടിവെള്ള പദ്ധതി പറഞ്ഞത് ഒരു ബിൽഡിംഗ് ഉണ്ട് എന്റെ വീട്ടിന്റെ തൊട്ടേ പുറത്ത്. ജപ്പാൻ കുടിവെള്ള പദ്ധതിന്റെ ഒരു വലിയ ടാങ്കോ ഒരു വലിയ ഇതുണ്ട് കേട്ടോ. വലിയ എന്താ പറയാ, അന്നാ പോയത് അന്നല്ല, അതിന്റെ പിറ്റേന്ന് രാത്രി. കാരണം സ്വന്തം മങ്ങളെ കല്യാണം നടക്കുന്ന എനക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്റെ അക്കൗണ്ട് ബാലൻസ് 0 മൈനസ് അല്ല, എത്ര 300 500 എത്രയാണ് എന്റെ അക്കൗണ്ട് ബാലൻസ്? 300 റുപ്യ എന്റെ അക്കൗണ്ട് ബാലൻസ്. പൈസ ഇല്ല കയ്യില്, ജീവിക്കാൻ എന്താ ചെയ്യേണ്ട അറിയില്ല. കുടുംബക്കാർ മൊത്തം വന്നിട്ടാണ് ഇങ്ങനെ പോയി ചത്തുവിടണ നിക്കല്ലോ. സ്വന്തം മങ്ങളെ കല്യാണത്തിന് ഒരു തരി പൊരിഞ്ഞ് മേടിച്ചു കൊടുക്കാൻ എനിക്ക് കയ്യില് മൊത്തം അങ്ങനത്തെ സാധനങ്ങൾ മനസ്സിലായി. ആ സമയമാണ് ഞാൻ പുറത്തിറങ്ങി. ഞാൻ അത്രയോ 3 കൊല്ലം കഴിഞ്ഞാൽ ഞാൻ ഒരു മനുഷ്യനെല്ലാം കാണുന്നു, മനസ്സിലായി. അത് കല്യാണത്തിന് ആയിക്കൊണ്ടെന്ന് ആരെല്ലാം വരുന്നത് കുടുംബക്കാരല്ലോ. ഞാൻ കാണുമ്പോൾ ഫുള്ള് മറ്റേ ഗുഹയെന്നൊരു കൊരങ്ങനെ ഇറങ്ങിയ പോലെ ഇങ്ങനെയുള്ള ഞാൻ എന്നോട് ആൾക്കാർ ഇത് പറയുന്നത്, നിനക്ക് പെങ്ങളെ കല്യാണത്തിനായിട്ട് ഇതായിക്കൂടെ, പോയി ചത്തൂടെ, അങ്ങനത്തല്ല ഇത്.